ടെക്സ് ആൻഡ് കിസിലേക്ക് എൻ്റെ എല്ലാ മക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവരുടെ IT പാഠപുസ്തകത്തിലെ 6ാമത്തെ അധ്യായമായ ബുദ്ധിയുള്ള യന്ത്രങ്ങൾ എന്ന പാഠഭാഗത്തുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ആൻസർ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ ജോൺ മക്കാർത്തി. മനുഷ്യൻ്റെ ബുദ്ധിയും പ്രശ്നപരിഹാരശേഷിയും അനുകരിക്കാൻ കമ്പ്യൂട്ടറുകളെയും മറ്റ് മെഷീനുകളെയും പ്രാപ്തമാക്കുന്ന സാങ്കേതികവിദ്യ ഏതാണ്? ആൻസർ നിർമ്മിത ബുദ്ധി, AI. നിർമ്മിത ബുദ്ധി സാങ്കേതികവിദ്യ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത്? 1. റോഡ് സുരക്ഷയ്ക്ക്. 2. വോയിസ് അസിസ്റ്റൻറ്റുകളിൽ. 3. വസ്തുക്കളെ തരംതിരിക്കുന്നതിന്. 4. പരിഭാഷ ചെയ്യുന്നതിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AI സംവിധാനങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പഠിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നത്? വിവരശേഖരണം, പാറ്റേൺ തിരിച്ചറിയൽ, തീരുമാനമെടുക്കൽ. ഭാഷാ മോഡലുകൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന AI സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ChatGPT, ജെമിനി AI, മെറ്റ AI. കമ്പ്യൂട്ടറുകൾക്ക് മനുഷ്യഭാഷ മനസ്സിലാക്കാനും വ്യാഖ്യാനിക്കാനും പ്രതികരിക്കാനും സഹായിക്കുന്ന ഒരു നിർമ്മിത ബുദ്ധിശാഖ ഏതാണ്? ആൻസർ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, NLP. NLPയുടെ പൂർണ്ണരൂപം നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്. NLP പ്രയോജനപ്പെടുത്തുന്ന സംവിധാനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ആമസോൺ അലക്സ. NLP സാങ്കേതിക വിദ്യയിലൂടെ വലിയ അളവിൽ ടെക്സ്റ്റ് ഡാറ്റ പരിശീലനം നേടിയിരിക്കുന്ന മോഡലുകളെ എന്താണ് പറയുന്നത്? ആൻസർ ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ശ്രദ്ധിക്കുക, AI ഉപയോഗിച്ച് വരച്ച ചിത്രത്തിന് അനുയോജ്യമായ പ്രോംപ്റ്റ് ഏതാണ്? ഈ ഒരു ചിത്രത്തിന് അനുയോജ്യമായ പ്രോംപ്റ്റ് ഏതാണ്? മരം നടുന്ന ഒരു കുട്ടിയുടെ ചിത്രം. ഈ ഒരു ചിത്രത്തിന് പകരം വേറെ ഏതെങ്കിലും ചിത്രമായിരിക്കും തരിക. ഇതിൻ്റെ പ്രോംപ്റ്റ് വളകൾ വിൽക്കുന്ന ഒരു പൂച്ചക്കുട്ടിയുടെ ചിത്രം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. AIയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? ആൻസർ ഏത് സമയത്തും സംശയങ്ങൾക്ക് ഉത്തരം നൽകൽ, പഠനം ലളിതമാക്കൽ, ഭാഷാ പഠനത്തിനുള്ള സഹായം നൽകൽ. ഭാഷാ പഠനത്തിനുള്ള സഹായം നൽകൽ. നെക്സ്റ്റ്, ഉത്തരവാദിത്ത AI ഉപയോഗവും പ്രധാന തത്വങ്ങളും. AI ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഹാനികരമാകുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കരുത്. മറ്റുള്ളവരുടെ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും പങ്കിടരുത്. AIയുടെ സഹായത്താൽ ഉള്ളടക്കം രചിക്കുമ്പോൾ അത് AIയുടെ സഹായത്താൽ നിർമ്മിച്ചതാണെന്ന് നിർബന്ധമായും രേഖപ്പെടുത്തണം. നമുക്ക് ടെക്സ്റ്റിൻ്റെ ഏറ്റവും പുറകിലായിട്ട് വിലയിരുത്താം എന്ന ഭാഗത്ത് ഉള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരവാദിത്തത്തോടെയുള്ള AI ഉപയോഗത്തിൽ ഉൾപ്പെടാത്തത് ഏത്? അതിൽ ഓപ്ഷൻ A മറ്റുള്ളവർക്ക് ഹാനി ഒഴിവാക്കുക, ഓപ്ഷൻ B സ്വകാര്യത ബഹുമാനിക്കുക, ഓപ്ഷൻ C സത്യസന്ധത പാലിക്കുക, ഓപ്ഷൻ D AIയെ പൂർണ്ണമായും വിശ്വസിക്കുക. ശ്രദ്ധിക്കുക, ഉത്തരവാദിത്തത്തോടെയുള്ള AI ഉപയോഗത്തിൽ ഉൾപ്പെടാത്തത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റിലത്തെ ഓപ്ഷൻ D AIയെ പൂർണ്ണമായും വിശ്വസിക്കുക. ശരിക്കും AI പൂർണ്ണമായും വിശ്വസിക്കരുത്.
എല്ലാം സത്യമാവണമെന്നില്ല. എ ഐ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല. നെക്സ്റ്റ്, ചുവടെ നൽകിയവയിൽ ഒരു AI ഏജൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ശരിയായത് ഏതാണ്? ഓപ്ഷൻ എ, ടിക്കറ്റ് എടുക്കാൻ സഹായിക്കുന്ന AI അധിഷ്ഠിത സംവിധാനം. ഓപ്ഷൻ ബി, റൂം ബുക്ക് ചെയ്യാൻ സഹായിക്കുന്ന AI അധിഷ്ഠിത സംവിധാനം. ഓപ്ഷൻ സി, ഭക്ഷണം എത്തിച്ചു നൽകാൻ സഹായിക്കുന്ന AI അധിഷ്ഠിത സംവിധാനം. ഡി, ആവശ്യത്തിനനുസരിച്ച് ഇവയെല്ലാം ഒന്നിച്ച് ചെയ്തു തരുന്ന AI അധിഷ്ഠിത സംവിധാനം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആവശ്യത്തിനനുസരിച്ച് ഇവയെല്ലാം ഒന്നിച്ച് ചെയ്തു തരുന്ന AI അധിഷ്ഠിത സംവിധാനമാണ് AI ഏജൻറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. എല്ലാ മക്കളും വീഡിയോ നന്നായി പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. തുടർന്നുള്ള വീഡിയോസ് കൂട്ടുകാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.